ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവിടെ നമ്മുടെ ആർഗ്യുമെൻറ്റ് ഓർ നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് റിയൽ വാല്യൂസ് മാത്രമേ അസ്യൂം ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റ്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾസ് ആണ്. സോ ഫങ്ഷൻസ് ഓഫ് ദ ഫോം എഫ് ഓഫ് സെഡ് വേർ z ഈസ് എ കോംപ്ലക്സ് നമ്പർ ആൻഡ് എഫ് ഓഫ് സെഡ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. അങ്ങനെയുള്ള ഫങ്ഷൻസിൻ്റെ ലിമിറ്റ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ലിമിറ്റ് എന്താ നോക്കാം. ലെറ്റ് എഫ് ബി എ ഫങ്ഷൻ ഓഫ് കോംപ്ലക്സ് വേരിയബിൾ ഡിഫൈൻഡ് ഇൻ സം ഡിലീറ്റഡ് നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ട്. ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സപ്പോസ് ദിസ് ഇസ് ഇസഡ് നോട്ട്. ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ഡിലീറ്റഡ് എപ്സിലൺ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ഈ സെഡ് നോട്ട് സെൻറ്ററാക്കി നമ്മളൊരു എപ്സിലൺ റേഡിയസ് ഉള്ള ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്യണു. ആ ഓപ്പൺ ഡിസ്കിൽ നിന്ന് സെൻറ്ററായിട്ടുള്ള സെഡ് നോട്ടിനെ റിമൂവ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ ഡിലീറ്റഡ് നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഫംഗ്ഷൻ നമ്മളിനി ലിമിറ്റ് ഓഫ് എഫ് ഓഫ് സെഡ് ആസ് സെഡ് ഗോസ് ടു സെഡ് നോട്ട് ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് ഡിഫൈൻ ചെയ്യാനായിട്ട് സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. സെഡ് നോട്ടിൻ്റെ ഒരു ഡിലീറ്റഡ് നെയ്ബർഹുഡിലാണ് നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്നത്. സെഡ് നോട്ടിൽ ഡിഫൈൻഡ് ആയതുകൊണ്ടും കുഴപ്പമില്ല, സെഡ് നോട്ടിൽ ഡിഫൈൻഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. We say that limit z tends to z naught f of z is equal to w naught if w equal to f of z can be made arbitrarily close to w naught as the point z is close to z naught. മുമ്പ് നമ്മൾ ലിമിറ്റിൻ്റെ കൺസെപ്റ്റ് പറയുന്ന പോലെ തന്നെയാണ്. ലിമിറ്റ് z tends to z naught f of z equal to w naught എന്ന് പറയുമ്പോൾ z നോട്ടിനോട് അടുക്കുമ്പോൾ എഫ് ഓഫ് സെഡ് ഡബ്ല്യു നോട്ടിനോട് അടുക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. z നോട്ടിലേക്ക് അടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇസഡും ഇസഡ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുമ്പോൾ എഫ് ഓഫ് സെഡ് ഡബ്ല്യു നോട്ടിലേക്ക് അടുക്കുന്നു. അതായത് എഫ് ഓഫ് സെഡും ഡബ്ല്യു നോട്ടും തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു. നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാമെന്നറിയാം. അപ്പോൾ Z1ഉം Z2ഉം രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ ദിസ് ഇസ് Z1 ആൻഡ് ദിസ് ഇസ് Z2, ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് നത്തിങ് ബട്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Z1 മൈനസ് Z2. ഓക്കെ, അപ്പോൾ ഇവിടെ സെഡും സെഡ് നോട്ടും തമ്മിലുള്ള അകലം കുറയുമ്പോൾ എഫ് ഓഫ് സെഡും ഡബ്ല്യു നോട്ടും തമ്മിലുള്ള അകലവും കുറഞ്ഞു വരണം. ഈ എഫ് ഓഫ് സെഡും ഡബ്ല്യു നോട്ടും തമ്മിലുള്ള അകലം കുറഞ്ഞ് സീറോയിലേക്ക് പോകുന്ന പോലെ ആവണം. വേറൊരു രീതി പറയുകയാണെങ്കിൽ യു ടേക്ക് എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ സീറോ, എഫ് ഓഫ് സെഡും ഡബ്ല്യു നോട്ടും തമ്മിലുള്ള അകലം ഈ എപ്സിലണിനേക്കാൾ ചെറുതായിരിക്കണം വെൻ സെഡ് ഇസ് ക്ലോസ് ഇനഫ് ടു ഇസഡ് നോട്ട്. സോ നമ്മുടെ എപ്സിലൺ ഡെൽറ്റ നെയ്ബർഹുഡിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഫോർ എവറി എപ്സിലൺ ഗ്രേറ്റർ ദാൻ സീറോ there existed delta greater than 0 such that whenever 0 less than mod z minus z naught less than delta, then absolute value of f of z minus w naught is less than epsilon. ഇവിടെ ഈ 0 ലെസ് ദാൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫംഗ്ഷൻ എഫ് z നോട്ടിൽ ഡിഫൈൻഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സെഡും സെഡ് നോട്ടും തമ്മിലുള്ള അകലം ഡെൽറ്റയേക്കാൾ കുറവാണെങ്കിൽ എഫ് ഓഫ് സെഡും ഡബ്ല്യു നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലണിനേക്കാൾ ചെറുതാകുന്ന രീതിയിൽ ഏത് എപ്സിലൺ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ജോമെട്രിക്കലി ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. മുമ്പ് നമ്മൾ റിയൽ ലൈനിലായിരുന്നു, വി വർ ഓൺ എ ലൈൻ. സോ ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ എ എങ്കിൽ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എപ്സിലൺ ഓർ ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് എയിൽ നിന്ന് എക്സിന് ഡെൽറ്റ ഡിസ്റ്റൻസ് റൈറ്റിലേക്കും ഡെൽറ്റ ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കും പോകാനുള്ള പെർമിഷനേ ഉണ്ടായിരുന്നുള്ളൂ. സോ എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻറ്റർവൽ എ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമ്മളൊരു ലൈനിലല്ല, വി ആർ ഇൻ എ പ്ലെയിൻ. ഓക്കെ,
അതുകൊണ്ട് തന്നെ സപ്പോസ് ദിസ് ഇസ് സെഡ് നോട്ട്, ഇതാണ് നമ്മുടെ ഡെൽറ്റ ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കാം. സോ ഈ ഡെൽറ്റ ഡിസ്റ്റൻസിനുള്ളിലായിരിക്കണം, സെഡ് നോട്ടിൽ നിന്ന് ഡെൽറ്റ ഡിസ്റ്റൻസിനുള്ളിലാണ് സെഡ് എങ്കിൽ, സോ സെഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ഡിസ്റ്റൻസിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഇഫ് വി ഡ്രോ ആൻ ഓപ്പൺ ഡിസ്ക് വിത്ത് ദ സെൻറ്റർ അറ്റ് സെഡ് നോട്ട് ആൻഡ് റേഡിയസ് ഡെൽറ്റ, Z should be an interior point of this disk. ഈ ഡിസ്കിൻ്റെ ഉള്ളിലാണ് സെഡ് എങ്കിൽ സെഡിൻ്റെ ഇമേജ്, സെഡിൻ്റെ ഇമേജിനെയാണ് നമ്മൾ W എന്ന് വിളിക്കുന്നത്. W is equal to f of z. So z is mapped to W by f. f എന്ന് പറയുന്ന ഫംഗ്ഷൻ സെഡിനെ ഡബ്ല്യൂവിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആൻഡ് ദിസ് ഇസ് W നോട്ട്. W നോട്ട് സെൻറ്റർ ആക്കി എപ്സിലൺ റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ഡിസ്ക് നമ്മൾ എടുക്കുന്നു. ഓക്കെ, W നോട്ട് സെൻറ്റർ ആക്കി എപ്സിലൺ റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ ഡിസ്ക് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഉള്ളിലായിരിക്കണം W. വെനെവർ Z ഈസ് ഇൻ ദിസ് ഓപ്പൺ ഡിസ്ക്, W ഷുഡ് ബി ഇൻ ദ എപ്സിലൺ, റേഡിയസ് എപ്സിലൺ വരുന്ന W നോട്ട് സെൻറ്റർ ആക്കിക്കൊണ്ടുള്ള ഓപ്പൺ ഡിസ്കിൻ്റെ ഉള്ളിലായിരിക്കണം W ഉണ്ടാവേണ്ടത്. ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് സെഡ് ആസ് സെഡ് ഗോസ് ടു സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു W നോട്ട് എന്ന് പറയാം. ഇപ്പോൾ ജോമെട്രിക്കലി ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിസൾട്ടാണ് യുണീക്ക്നെസ് ഓഫ് ലിമിറ്റ്. അതായത് ഒരു ഫംഗ്ഷന് സെഡ് ഒരു പർട്ടിക്കുലർ സെഡ് നോട്ടിലേക്ക് പോകുമ്പോൾ എത്ര ലിമിറ്റ്സ് ഉണ്ടാവാൻ പറ്റും. സോ ദ തിയറം സേസ് ദാറ്റ് ഇഫ് എ ലിമിറ്റ് എക്സിസ്റ്റ് ദെൻ ഇറ്റ് ഈസ് യുണീക്ക്. അപ്പോൾ ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, പക്ഷേ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടാവുള്ളൂ. സോ ഇഫ് എ ലിമിറ്റ് എക്സിസ്റ്റ് ദെൻ ഇറ്റ് ഈസ് യുണീക്ക്. സോ ദിസ് ഇസ് അവർ തിയറം. വെൻ എ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് exist at a point z0, it is unique. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് വെൻ z goes to z0 f of z has two limits, W0 W1 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ ലെറ്റ് ലിമിറ്റ് z tends to z0 f of z is equal to W0 as well as limit z tends to z0 f of z equal to W1. ഓക്കെ, നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അറിയാം. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ലിമിറ്റ് z tends to z0 f of z equal to W0 ആവണമെങ്കിൽ you take any epsilon greater than 0, means take any positive number, corresponding to that you will get another positive number, say delta, such that whenever z is in the delta naught neighborhood of z0, suppose this is z0, z എന്ന് പറയുന്നത് ഇതിൻ്റെ സേ സം ഡെൽറ്റ നെയ്ബർഹുഡിൻ്റെ ഉള്ളിലാണെങ്കിൽ, ഇവിടെ എവിടെയാണ് നമ്മുടെ z ഉള്ളതെങ്കിൽ, ദെൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് z മൈനസ് W0 വിൽ ബി ലെസ് ദാൻ നമ്മൾ എടുത്തിരിക്കുന്ന പോസിറ്റീവ് നമ്പർ ഏതാണോ അതിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്കിവിടെ ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z ഈക്വൽ ടു W1 എന്നും എടുത്തിട്ടുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് z W1ൻ്റെ സം എപ്സിലൺ നെയ്ബർഹുഡിനുള്ളിലായിരിക്കും വെനെവർ z ഈസ് ഇൻ സം അതർ നെയ്ബർഹുഡ് ഓഫ് z0. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡെൽറ്റ കിട്ടും. ആ രണ്ട് ഡെൽറ്റയും ഒന്ന് തന്നെ ആവും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. സോ ഫ്രം ദ ഡെഫിനിഷൻ വി ഗെറ്റ് ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there exist delta naught and delta 1 greater than 0 such that whenever 0 less than mod z minus z0 less than delta naught, then modulus of f of z minus W0 is less than epsilon by 2. ഇത് W0 ലിമിറ്റ് ആണ് എന്ന് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി W1 ഒരു ലിമിറ്റ് ആയതുകൊണ്ട് വീണ്ടും നമുക്ക് 0 ലെസ് ദാൻ മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ 1 ആണെങ്കിൽ the distance between f of z and W1 will be less than epsilon by 2. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈഡ് ആവണം. ഇത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈഡ് ആവണം എന്നുണ്ടെങ്കിൽ z z0ൻ്റെ
ഡെൽറ്റ നോട്ട് നെയ്ബർഹുഡിലും ഉണ്ടാവണം, സെഡ് നോട്ടിൻ്റെ ഡെൽറ്റ 1 നെയ്ബർഹുഡിലും ഉണ്ടാവണം. അപ്പോൾ സപ്പോസ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡെൽറ്റ നോട്ട് നെയ്ബർഹുഡാണ് എന്ന് വിചാരിക്കാം. ആൻഡ് സെഡ് നോട്ടിൻ്റെ ഡെൽറ്റ 1 നെയ്ബർഹുഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നും കരുതുക. എന്തായാലും രണ്ടിൻ്റെയും സെൻറ്റർ സെഡ് നോട്ടാണ്. അപ്പോൾ ഡെൽറ്റ നോട്ട് ഡെൽറ്റ 1 ഇതിലേതാണോ ചെറുത് അത് ഇവിടെ ഞാൻ വരച്ചത് പ്രകാരം ഡെൽറ്റ നോട്ടാണ് ചെറുത്. അപ്പോൾ ഡെൽറ്റ 1 നെയ്ബർഹുഡിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഡെൽറ്റ നോട്ട് നെയ്ബർഹുഡ് ഉള്ളത്. നേരെ മറിച്ച് ഡെൽറ്റ 1 ആയിരുന്നു ചെറുതെങ്കിൽ ഡെൽറ്റ നോട്ട് നെയ്ബർഹുഡിൻ്റെ ഉള്ളിലായിരിക്കും ഡെൽറ്റ 1 നെയ്ബർഹുഡ് ഉണ്ടാവുക. അപ്പോൾ ആരാ വലുത് ആരാ ചെറുതെന്ന് നമുക്ക് തൽക്കാലം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടേക്ക് ഡെൽറ്റ ആസ് മിനിമം ഓഫ് ഡെൽറ്റ നോട്ട് ആൻഡ് ഡെൽറ്റ 1. ഓക്കെ, അപ്പോൾ ഡെൽറ്റ നെയ്ബർഹുഡിലുള്ള എല്ലാ സെറ്റുകളും ഡെൽറ്റ നോട്ട് നെയ്ബർഹുഡിലും ഉണ്ടായിരിക്കും. ഡെൽറ്റ നെയ്ബർഹുഡിലുള്ള എല്ലാ സെറ്റുകളും ഡെൽറ്റ 1 നെയ്ബർഹുഡിലും ഉണ്ടായിരിക്കും. ബിക്കോസ് ദിസ് ഈസ് ദ മിനിമം. ഇതാണ് ഉള്ളിലുണ്ടാവുക. നൗ നമ്മൾ സെഡ് എടുക്കുന്നത് ഈ ഡെൽറ്റ നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതായത് സെഡ് നോട്ടിനോട് കൂടുതൽ അടുത്തായിട്ടാണ് നമ്മൾ സെഡ് എടുത്തിരിക്കുന്നത്. ചെറിയ നെയ്ബർഹുഡ് ഏതാണോ അതിൽ നിന്നാണ് നമ്മൾ സെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് W1 മൈനസ് W0 എന്ന് പറയുന്നതിൽ ഞാനൊരു എഫ് ഓഫ് സെഡ് ഇടയിൽ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ഈ സെഡ് എടുത്തിരിക്കുന്നത് സെഡ് നോട്ടിൻ്റെ ഡെൽറ്റ നെയ്ബർഹുഡിൽ നിന്നാണ്. ഓക്കെ, ഈ രീതിയിലൊരു സെഡ് എടുത്തിട്ട് കറസ്പോണ്ടിങ് എഫ് ഓഫ് സെഡ് ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. നൗ അപ്ലൈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു absolute value of W1 minus f of z plus absolute value of f of z minus W0. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് we have modulus of f of z minus W1 is less than epsilon by 2 whenever mod z minus z0 is less than delta 1. ഓക്കെ, ഇവിടെ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണ്. അതായത് ഇത് ലെസ് ദാൻ ഡെൽറ്റ 1 ആണ്. സോ വി ഹാവ് ദിസ്. അതുപോലെ തന്നെ മോഡ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് മൈനസ് W0 വിൽ ബി ലെസ് ദാൻ എപ്സിലൺ ബൈ 2 വെനെവർ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് ലെസ് ദാൻ ഡെൽറ്റ നോട്ട്. ഇവിടെ ഡെൽറ്റ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ നോട്ട്. നേരത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വേണ്ടിയിരുന്നത്. സോ വി ഹാവ് ദ സെക്കൻഡ് മോഡുലസ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ മോഡുലസും ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആണ്. സോ വി ഹാവ് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 പ്ലസ് എപ്സിലൺ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എപ്സിലൺ. ഇവിടെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായാലും ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് W1 മൈനസ് W0 ആൻഡ് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ എവരി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. ബിക്കോസ് നമ്മൾ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തതായിരുന്നു. സോ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ റിയൽ അനാലിസിസിൽ പഠിച്ച റിസൾട്ട് പ്രകാരം നമുക്ക് പറയാം ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് W1 മൈനസ് W0 മസ്റ്റ് ബി ഈക്വൽ ടു 0. ഓക്കെ, അതായത് W1 മസ്റ്റ് ബി ഈക്വൽ ടു W0. സോ രണ്ട് ലിമിറ്റ്സ് ഉണ്ടാവാൻ പറ്റില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്കിപ്പോൾ ഇവിടെ പറയാം. നൗ നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് കാണാം. ലിമിറ്റ് നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഇന്നതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇല്ലസ്ട്രേഷനാണ്. സോ ഷോ ദാറ്റ് ലിമിറ്റ് z ടെൻസ് ടു 1 I z bar by 2 is equal to I by 2. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ I ടൈംസ് z bar by 2 എടുത്തു. ഇനി ലിമിറ്റായിട്ട് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് I by 2 ആണ് ലിമിറ്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ കോൾ ഇറ്റ് W0. z അപ്രോച്ച് ചെയ്യുന്നത് 1നെയാണ്. സോ ടേക്ക് z0 ഈക്വൽ ടു 1. ഓക്കെ, സോ ടേക്ക് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു I ടൈംസ് z bar by 2, W0 ഈക്വൽ ടു I by 2 ആൻഡ് z0 is equal to 1. ഇനി നമ്മൾ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് സെഡ് ആൻഡ് W0 നോക്കാം. സോ absolute value of f of z minus W0 is absolute value of
I times z bar by 2 minus I by 2. ഇവിടെ കണ്ടാൽ അറിയാം I by 2 രണ്ട് ടേമിലും കോമൺ ആണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് absolute value of I by 2 times z bar minus 1. ഓക്കെ, ഇവിടെ 1 എന്ന് പറയുന്നത് നമുക്കൊരു റിയൽ നമ്പറാണ്. അപ്പോൾ 1നെ നമുക്ക് വേണമെങ്കിൽ 1 കോൺജുഗേറ്റ് എന്ന് എഴുതാം. കാരണം 1 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതുകൂടാതെ ഇവിടെ ഇപ്പം നമുക്ക് മോഡുലസ് ഓഫ് എ ബി ഫോമിലാണ്, മോഡുലസ് ഓഫ് Z1 Z2 ഫോമിലാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. സോ വിച്ച് ഇസ് സെയിം ആസ് മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് മോഡുലസ് ഓഫ് I by 2 ടൈംസ് മോഡുലസ് ഓഫ് Z bar minus 1 which is same as Z bar minus 1 bar എന്നും എനിക്കിതിനെ എഴുതാം. സോ ദിസ് ഇസ് Z minus 1 the whole bar. ഓക്കെ, മാത്രമല്ല അബ്സല്യൂട്ട് വാല്യൂ ഓഫ് I by 2 എന്ന് പറയുന്നത് 1 by 2 ആണ്. സോ ദിസ് ഇസ് 1 by 2 ടൈംസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Z minus 1 the whole conjugate. And we know that absolute value of Z and absolute value of Z conjugate are same. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെയും അതിൻ്റെ കോൺജുഗേറ്റിൻ്റെയും മോഡുലസ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇവിടെ നമ്മുടെ കയ്യിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Z minus 1 കോൺജുഗേറ്റ് എന്നുണ്ട്. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് absolute value of Z minus 1. Okay, so we have 1 by 2 times absolute value of Z minus 1. ഇതാരെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്? absolute value of f of z minus w not the same as 1 by 2 times absolute value of Z minus 1 എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത് ലെസ് ദാൻ എപ്സിലൺ ആവണം. ഇത് ലെസ് ദാൻ എപ്സിലൺ ആക്കാനായിട്ട് ടേക്ക് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഡെൽറ്റയ്ക്ക് 2 എപ്സിലൺ എന്ന് വാല്യൂ കൊടുക്കണം. ഇപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. സോ വെനെവർ മോഡ് Z minus 1 ലെസ് ദാൻ ഡെൽറ്റ, ഓർ യു ക്യാൻ ഈവൻ റൈറ്റ് whenever 0 less than mod Z minus 1 less than delta, delta is 2 epsilon, we will get absolute value of I Z bar by 2 minus I by 2 which is equal to 1 by 2 times mod Z minus 1. Okay, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് absolute value of f of Z minus W naught is equal to 1 by 2 times mod Z minus 1 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ mod Z minus 1 ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് എടുക്കാം. സോ ദിസ് ഇസ് ലെസ് ദാൻ 1 by 2 times delta which is same as 1 by 2 times 2 epsilon which is epsilon. So we have whenever mod Z minus 1 is less than delta, modulus of f of z minus w naught is less than epsilon, which means f of z in the limit w naught ആണ്. Or we can say that limit z tends to 1, I Z bar by 2 is equal to I by 2. Next example, show that limit z tends to z naught a z plus b is equal to a z naught plus b where a not equal to 0. So here also take f of z is equal to a z plus b, w naught is a z naught plus b. Now absolute value of f of z minus w naught is a z plus b minus a z naught plus b യുടെ absolute value. ഇവിടെ b cancel ചെയ്യും. What remains is modulus of a into z minus z naught which can be written as mod a into mod z minus z naught. നമുക്കിനി ഇതിനെ ലെസ് ദാൻ എപ്സിലൺ ആക്കണം. മോഡ് z മൈനസ് z നോട്ട് എന്തിനേക്കാൾ ചെറുതായിരിക്കുമ്പോഴാണ് ഇത് ലെസ് ദാൻ എപ്സിലൺ ആവുക എന്നാണ് നമുക്കിനി അറിയേണ്ടത്. അതിന് ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ടേക്ക് ഡെൽറ്റ ആസ് എപ്സിലൺ ബൈ മോഡ് എ ആൻഡ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. കാരണം നമുക്ക് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ മോഡ് എ എന്ന് പറയുന്നത് പോസിറ്റീവാണ്, എപ്സിലണും പോസിറ്റീവാണ്. So whenever 0 less than mod z minus z naught less than delta,
ഡെൽറ്റ എന്ന് പറയുമ്പോൾ എപ്സിലൺ ബൈ മോഡ് എ. വി വിൽ ഹാവ് mod f of z minus w naught which is equal to mod a times mod z minus z naught will be less than mod a times delta. എന്ന് വെച്ചാൽ mod a times delta is epsilon by mod a, and this is nothing but epsilon. So we have az plus b minus az naught plus b യുടെ modulus value less than epsilon ആയിരിക്കും. And this means limit of az plus b as z goes to z naught is az naught plus b. One more example. Show that limit z tends to 2i 2 times real part of z plus I times imaginary part of z square is equal to 4i. ഇവിടെ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഈ റിയൽ പാർട്ട് ഓഫ് z എന്നുള്ളതിന് പകരം എക്സ് എന്ന് എഴുതാം, ഇമാജിനറി പാർട്ട് ഓഫ് z എന്നുള്ളതിന് പകരം y എന്ന് എഴുതാം. സോ വാട്ട് വി ഹാവ് ടു പ്രൂവ് ഇസ് 2i എന്ന് വെച്ചാൽ 0 പ്ലസ് 2i ആണ്. സോ എക്സ് പ്ലസ് ഐ വൈ is 0 പ്ലസ് 2i. So z tends to 2i can be written as ordered pair xy goes to 0 2. Ordered pair 0 2. 2x plus iy square equal to 4i എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. So we need to show that limit xy tends to 0 to 2x plus iy square is equal to 4i. Okay. So ഇവിടെ നമ്മൾ f of xy, f of z ആണിത്. z ആണ് നമ്മൾ ഓർഡേഡ് പെയർ എക്സ് വൈ എന്ന് എഴുതിയിരിക്കണേ. സോ എഫ് ഓഫ് എക്സ് വൈ ഇസ് 2x പ്ലസ് ഐ വൈ സ്ക്വയർ, ആൻഡ് ഇവിടെ ലിമിറ്റ് w നോട്ട് എന്ന് പറയുന്നത് 4i ആണ്. z അപ്രോച്ച് ചെയ്യുന്നത് 2ia ആണ്. സോ z നോട്ട് ഇസ് ഈക്വൽ ടു 2i. നൗ absolute value of f of xy minus w naught is absolute value of 2x plus iy square minus 4i, which can be written as absolute value of 2x plus I times y square minus 4. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി യൂസ് ചെയ്യണം. മാത്രമല്ല മോഡുലസ് ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ആണെന്നറിയാം. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു absolute value of 2x plus absolute value of I times y square minus 4. ഇവിടെ absolute value of I എന്ന് പറയുന്നത് നമുക്കറിയാം 0 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഐ ഈക്വൽ ടു 1 ആണെന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കണം. മാത്രമല്ല വൈ സ്ക്വയർ മൈനസ് 4 ക്യാൻ ബി റിട്ടൺ ആസ് വൈ പ്ലസ് 2 ഇൻറ്റു വൈ മൈനസ് 2. ഇതെല്ലാം കൂടി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ടൈംസ് മോഡ് എക്സ് പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ പ്ലസ് 2 ടൈംസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ മൈനസ് 2 എന്ന് പറയാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലൺ ആണെന്ന് കാണിക്കണം. അതിന് എഫ് ഓഫ് സെറ്റ് മൈനസ് ഡബ്ല്യു നോട്ട് എന്താണ് എന്ന് നമ്മളിവിടെ നോക്കിയപ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ടൈംസ് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ പ്ലസ് 2 പ്ലസ് മോഡ് വൈ മൈനസ് 2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ എനിക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പ്രഷനെ ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആക്കാൻ ഇവിടെയുള്ള ഈ രണ്ട് ടേമുകൾ, ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 2 ടൈംസ് മോഡ് എക്സ്, ഇത് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആക്കുക. അതുപോലെ രണ്ടാമത്തെ ടേം മോഡ് വൈ പ്ലസ് 2 ഇൻറ്റു മോഡ് വൈ മൈനസ് 2 അതും ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആക്കുക. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ mod f of z minus w naught is less than epsilon whenever 2 times mod x is less than epsilon by 2 and absolute value of y plus 2 times y minus 2 is less than epsilon by 2. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ mod y minus 2 ലെസ് ദാൻ 1 ആണ് എന്ന് അങ്ങോട്ട് നമ്മൾ എടുക്കുകയാണ്. അതായത് mod y minus 2ൻ്റെ നമുക്ക് എന്തായാലും വൈയും 2 ഒക്കെ തമ്മിലുള്ള അകലം കുറച്ചാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ബിക്കോസ് നമ്മൾ ലിമിറ്റ് എടുക്കുന്നത് എക്സ് വൈ ടെൻസ് ടു 0 2 എന്നാണ്.
സോ എക്സ് 0യിലേക്കും വൈ 2വിലേക്കുമാണ് അടുത്തുകൊണ്ടിരിക്കേണ്ടത്. സോ വൈയും 2ഉം തമ്മിലുള്ള അകലം, അതായത് മോഡ് y - 2 എന്ന് പറയുന്നത് നമുക്ക് ചെറുതാക്കണം. അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ് മോഡ് y - 2 <1 ആണെന്ന് എടുത്തു. അപ്പോൾ എനിക്ക് മോഡ് y+2 എന്നുള്ളതിനെ മോഡുലസ് ഓഫ് y - 2 + 4 എന്ന് എഴുതാം. ആൻഡ് യൂസിങ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ദിസ് ഇസ് <= മോഡ് y - 2 + 4. ഓക്കെ. ആൻഡ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് മോഡ് y - 2 <1 ആണ്. ആ പ്രോപ്പർട്ടി നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് y+2 ഈസ് <5 എന്ന് കിട്ടും. അത് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ്, 1ൽ യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ 1 വിൽ ബിക്കം mod f of z minus w naught is less than epsilon whenever 2 times mod x is less than epsilon by 2 is same as mod x is less than epsilon by 4 and 2 times and we have modulus of y plus 2. ഇതിന് പകരം ഇപ്പം നമുക്ക് 5 ആണ്. mod y minus 2 is less than epsilon by 2. സോ നമുക്ക് മോഡ് y - 2 less than epsilon by 10 ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം ഓക്കെ ആയിരിക്കും. നൗ ഇനി നമ്മൾ ഡെൽറ്റയ്ക്ക് ഒരു വാല്യൂ ചൂസ് ചെയ്യണം. അപ്പോൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് നോക്കിയാൽ അറിയാം, മോഡ് x is less than epsilon by 4, മോഡ് y - 2 is less than epsilon by 10. അപ്പോൾ മോഡ് എക്സും ലെസ് ദാൻ epsilon by 10 ആണെങ്കിൽ ലെസ് ദാൻ epsilon by 4ഉം ആയിക്കോളും. കാരണം epsilon by 10 ആണ് ആ കൂട്ടത്തിലെ ചെറുത്. മാത്രമല്ല മോഡ് y - 2 ലെസ് ദാൻ 1 ആണെങ്കിലേ നമുക്ക് ഈ മോഡുലസ് ഓഫ് y+2 <5 എന്നുള്ള പ്രോപ്പർട്ടി കിട്ടുള്ളൂ. സോ വി ഹാവ് choose delta as minimum of 1 and epsilon by 10. അപ്പോൾ നമുക്ക് mod z minus z0 less than delta implies modulus of x plus iy minus 0 plus 2i less than delta, which is same as modulus of x plus I times y minus 2 less than delta. ഇനി നമുക്ക് മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് z ലെസ് ദാൻ മോഡ് z എന്നും ലെസ് ദാൻ അല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z എന്നും മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z എന്നും നമുക്കറിയാം. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് മോഡ് x ആണ്. ദിസ് ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ ടൈംസ് y മൈനസ് 2 എന്ന് പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ബട്ട് ദിസ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. സോ വി ഹാവ് മോഡ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ. ഇനി ഇമാജിനറി പാർട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് y മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് ഐ ടൈംസ് y മൈനസ് 2. ദിസ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. സോ വി ഹാവ് മോഡ് y മൈനസ് 2 ലെസ് ദാൻ ഡെൽറ്റ. ഡെൽറ്റ ഈസ് മിനിമം ഓഫ് 1 ആൻഡ് epsilon by 10. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ മോഡ് എക്സ് ലെസ് ദാൻ epsilon by 10 ആയിരിക്കും. ലെസ് ദാൻ epsilon by 10 ആണെങ്കിൽ ലെസ് ദാൻ epsilon by 4 ആണ്. മാത്രമല്ല മോഡ് y മൈനസ് 2 ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളതിൽ നിന്ന് മോഡ് y മൈനസ് 2 ലെസ് ദാൻ epsilon by 10 കിട്ടും. ഇനി ഇവർ രണ്ടുപേരും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ 2 എന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്നത്തെ ഇനീക്വാലിറ്റി പ്രകാരം മുന്നത്തെ ഇംപ്ലിക്കേഷൻ പ്രകാരം മോഡ് f of z മൈനസ് w നോട്ട് ഇസ് ലെസ് ദാൻ epsilon എന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ്, അതായത്